ഹായ് മേഘ്ന. നാളെ നമ്മുടെ കല്യാണം ഓർമ്മയുണ്ടല്ലോ? എവിടെ വെച്ചാന്ന് ചോദിക്കുന്നേ? വലിയൊരു റിസോർട്ട്. ഇന്നേ വരെ ആ റിസോർട്ടിൽ കോടികളുടെ ആസ്തിയുള്ളവരുടെ കല്യാണം മാത്രമേ നടന്നിട്ടുള്ളൂ. അവിടെയാണ് നമ്മുടെ കല്യാണം. ആ റിസോർട്ട് ആരുടെയാണെന്ന് അറിയോ നിനക്ക്? മിഥുൻ നന്ദന്റെ. അന്നൊരിക്കൽ നിങ്ങൾ മൂന്നാളും കൂടെ ഓഫീസിൽ കയറി ബഹളം ഉണ്ടാക്കിയില്ലേ? എന്നിട്ട് നിങ്ങളെ പോലീസിൽ പിടിച്ചെടുത്ത ആള് അയാളുടെ സ്വന്തം റിസോർട്ട്. ഈ ജഗദീഷ് ആരാന്നാ നീ കരുതിയേ? ഞങ്ങള് വേറൊരു ലെവലാന്നേ. അതൊക്കെ പോട്ടെ, തൽക്കാലം ഞാൻ പോവാം. കല്യാണത്തിന് ഇനി ഒത്തിരി പണിയുണ്ടേ. മണവാട്ടി അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരിയായിട്ട് അങ്ങ് എത്തിയേക്കണം. ശരിയെന്നാ, ബൈ മേഘ്ന. ബൈ ബൈ. ജഗദീഷേ, ഫംഗ്ഷൻ ഹാളൊക്കെ ബുക്ക് ചെയ്തോ? ഓൾ ഫിക്സ് ആന്റി. ദേ ഇപ്പൊ മേഘനോട് പറഞ്ഞേ ഉള്ളൂ. ആന്റി ടെൻഷൻ ആവണ്ട, എല്ലാം ഞാൻ നോക്കിക്കോളാം. ഓക്കെ. അയ്യോടാ. മോളെ മേഘനെ. ശേഖരൻ മുത്തശ്ശ. ചാരു, നിതിൻ, ദേ ശേഖരൻ മുത്തശ്ശൻ വന്നിരിക്കുന്നു. ശേഖരൻ മുത്തശ്ശൻ വന്നിട്ടുണ്ട്. ശേഖരൻ മുത്തശ്ശ. മുത്തശ്ശ. സുഖമായിട്ടിരിക്കുന്ന മക്കളെ? മുത്തശ്ശനിങ് എത്തിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. അതെ മുത്തച്ഛ, ഭയങ്കര ഹാപ്പിയായി. ശേഖരനമ്മാവ വന്നതേ ഉള്ളൂ. അതെ അരുന്നതേ. മുത്തശ്ശൻ സുഖമായിട്ടിരിക്കുന്നു. എനിക്കെന്താ മോളെ, ഇവിടെ നിങ്ങളുടെ വിശേഷം അറിയാത്ത വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. മറ്റൊരു പ്രശ്നവും ഇല്ല. മേഘനെ, ഇരുന്നിരിപ്പിലെ കല്യാണമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നീ വിളിച്ചപ്പോഴും എനിക്ക് ഒന്നും അങ്ങോട്ട് ചോദിക്കാൻ പറ്റിയില്ലായിരുന്നു. അതിരിക്കട്ടെ, ചെറുക്കനെ നിനക്കിഷ്ടായോ? മുത്തശ്ശനോട് പറ മോളെ, നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടോ? അത് മുത്തശ്ശ. മേഘനെ, അവന്റെ മുഖത്ത് നോക്കി പറയാൻ നാണിച്ചത് പോട്ടെ. അവനെ ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞതുപോലെ മുത്തശ്ശനോട് പറയാനും മോൾ എന്തിനാ നാണിക്കുന്നേ? നമ്മുടെ മേഘനയ്ക്ക് അവനെ ഒത്തിരി ഇഷ്ടമായെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അവനെ കാണാൻ എങ്ങനെയാ മോളെ? അതൊക്കെ അടിപൊളിയാ ശേഖരമ്മാവ. നമ്മുടെ മേഘനയ്ക്ക് ചേരുന്ന ചെറുക്കനാട്ടോ. സത്യം പറഞ്ഞ ഇവക്ക് വേണ്ടി ജനിച്ചതാണെന്നേ തോന്നുള്ളൂ. മേഘനെ, വാ തുറന്ന് പറയ്. എന്താ മോളെ, ചെറിയമ്മ പറഞ്ഞതൊക്കെ സത്യാണോ? എനിക്ക് അവളുടെ കല്യാണം കൂടി കാണണമെന്ന് ആഗ്രഹമുണ്ടടാ നരേന്ദ്ര. അച്ഛാ, മേഘനയുടെ കല്യാണം നീ വേണം കൂടെ നിന്ന് നടത്തി കൊടുക്കാൻ. കേട്ടല്ലോ, ഇപ്പൊ അമ്മാവന് സമാധാനായോ? കെട്ടാൻ പോകുന്നവനെ കുറിച്ച് ചോദിച്ചപ്പോ അവൾക്ക് എന്തൊരു നാണമാണെന്ന് കണ്ടോ? എന്നൊരൊറ്റ മൂളൽ അവള് കാര്യം അവതരിപ്പിച്ചില്ലേ? അവക്ക് അവനെ ഇഷ്ടമാ. എല്ലാം മോളുടെ ഭാഗ്യാണ്. ഇതൊരു സാധാരണ ഭാഗ്യമൊന്നുമല്ല അമ്മാവ. സാക്ഷാൽ ശ്രീരാമനെയല്ലേ നമ്മുടെ മേഘന മോൾക്ക് വേണ്ടി ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നേ. മേഘനെ, എന്റെ മനസ്സ് ഇപ്പോഴൊന്ന് തണുത്തെ. നിനക്ക് ഇഷ്ടപ്പെട്ട പുരുഷനൊപ്പം ഇത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടക്കുന്ന കരുതിയില്ല. എന്റെ അച്യുതനെല്ലാം മോളിന്ന് കാണുന്നുണ്ടാവും. അവനത് എന്തൊരു സന്തോഷായിരിക്കും. പോയവരെ കുറിച്ചൊക്കെ ഇപ്പൊ സംസാരിക്കണോ? നേരം വെളുത്ത കല്യാണോ?
ആഭരണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? അത് പിന്നെ ശേഖരമാവനെ അറിയാലോ. നമുക്ക് ആ ആഭരണങ്ങളൊക്കെ അണിയിച്ചിട്ട് വേണം ഇവളെ പന്തലിരുത്താനേ. ഒരു പെൺകുട്ടിയുടെ കല്യാണം ആവുമ്പോ എന്തൊക്കെ ചെലവുണ്ടാവുമെന്ന് ശേഖരമാവൻ അറിയാലോ. ശരി എന്നാ അമ്മാവൻ കുളിച്ചിട്ട് വാ, നമുക്ക് സാവകാശം സംസാരിക്കാം. വാ, മുറി കാണിച്ചു തരാം. എന്താ ചേച്ചി ഇതൊക്കെ? ചെറിയമ്മ ഒരു അക്ഷരം വേണ്ട സമ്മതിക്കുന്നില്ലല്ലോ. ഈ നിമിഷം വരെ ചേച്ചിയോട് ഒരു വാക്ക് ചോദിച്ചിട്ടില്ല. നാളെ കല്യാണം നടക്കും. ഇങ്ങനെയാണോ ഇതൊക്കെ നടക്കേണ്ടത്? ചാരു, ചെറിയമ്മ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ തീരുമാനിച്ചേ. ചെറിയമ്മയെ അനുസരിക്ക് മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവാ? ഇതൊക്കെ നമ്മുടെ നന്മയ്ക്കായിരുന്നെങ്കിൽ സ്വർണം പണമൊക്കെ എന്തിനു ചോദിക്കണം? മുത്തശ്ശൻ വന്ന് കേറിയതേ ഉള്ളൂ, അപ്പോഴേക്കും അവര് ചോദിച്ചത് അതല്ലേ? ചേച്ചിയും കേട്ടതല്ലേ? ചാരു, ഈ കല്യാണം എന്തിനു നടന്നാലും എങ്ങനെ നടന്നാലും നമ്മൾ ഒന്നിനും എതിര് നിൽക്കാൻ പാടില്ല. എന്റെ ചേച്ചി, ചേച്ചി എന്താ ഇങ്ങനെ? ഈ കല്യാണം അപ്പൂപ്പന്റെ മോഹം മാത്രമല്ല, ജന്മാഭിലാഷം കൂടിയായിരുന്നു. ശേഖരമാവിന്റെ കണ്ണുകൾ ശ്രദ്ധിച്ചിരുന്നു. ആ സന്തോഷം നിനക്ക് കാണാൻ കഴിഞ്ഞില്ലേ? അപ്പൂപ്പന്റെ അഭിലാഷം നിറവേറുന്ന സന്തോഷം അത്. അവരുടെ മനസ്സ് നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല. അപ്പൂപ്പന്റെ വാക്ക് നിലനിർത്തുകയും വേണം. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ഭാവി ഉണ്ടാവണേന്ന എന്റെ പ്രാർത്ഥന. നിങ്ങളെ ഓർത്ത് മാത്രം ഞാനിതെല്ലാം സഹിച്ചു നിൽക്കുന്നത് ചാരു. ഇനി ഒരിക്കലും ചെറിയമ്മയെ എതിർക്കാൻ നിൽക്കരുത്. ചേച്ചി, ആ പയല ഇതുവരെ കാണാനില്ല. എവിടെ പോയി കിടക്കാണ് എന്തരോ. ശേഖരമ്മാവൻ ഇതൊക്കെ കാണുന്നുണ്ടോ? മേഘനയെ കല്യാണം കഴിക്കാൻ പോകുന്ന ജഗദീഷ് എത്ര വലിയ ഇടത്തല്ല ഏർപ്പാടാക്കിയിരിക്കുന്നേ. വരൂ വരൂ, ചെറുക്കനിപ്പോ എത്തും. അതിനു മുമ്പ് എന്തുമാത്രം പണിയുണ്ട്. വന്നേ വന്നേ, വാ ഡാഡി, വാ മോളെ, വാ. നിക്ക് നിക്ക് നിക്ക്, നിങ്ങൾ ഉള്ളിലേക്ക് വേണ്ട ഇതുവഴിയല്ല കേട്ടാ. പിന്നെ ബാക്കിൽ വേറൊരു വഴിയുണ്ട്, അതുവഴി പൊക്കോ. ഒരു മംഗളകർമ്മത്തിന് വരുമ്പോ ഏത് വകുപ്പിലാ പുറകെ കൂടി കയറാൻ പറയുന്നത്? അത് പിന്നെ ഈ വഴിയിൽ ചെറിയൊരു റിപ്പയർ നടക്കുക. കല്യാണം നടക്കുന്നത് ഈ റിസോർട്ടിൽ തന്നെയാണല്ലോ. അപ്പോ ഗോപുരവാതിലായാലെന്ത്, അടുക്കളവാതിലായാലെന്ത്, ഏതിലെങ്കിലും കേറിയാ പോരെ? നരേന്ദ്രേട്ടാ വന്നോളൂ. എന്തിനാ ഇപ്പൊ തന്നെ ഇത്? ഇതൊരു വലിയ റിസോർട്ട് തന്നെയാണല്ലോ. പിന്നെ എന്താണെന്ന ശേഖരമാവൻ കരുതിയിരുന്നത്? ജഗദീഷ് ഇവിടെ ഈ റിസോർട്ട് ഓണറിന്റെ കൂടെയാ ജോലി ചെയ്യുന്നത്. ആഹാ, അവന്റെ മുതലാളിക്ക് നമ്മുടെ ജഗദീഷ് പറയുന്നത് അവസാന വാക്ക്. നേരാണോ? മേഘന ഭാഗ്യമുള്ള കുട്ടി തന്നെയാ. ഇനി ഇവിടെ തന്നെ നിന്നാൽ എങ്ങനെയാ? കല്യാണ ചെറുക്കൻ എത്താനുള്ള സമയമായി. നിങ്ങൾ സാധനങ്ങളൊക്കെ അകത്ത് വെക്കാൻ നോക്ക്.
ചെല്ല്. നിങ്ങൾ എന്ത് ചെയ്യാ ഇവിടെ? അകത്തേക്ക് വെക്കോ. കല്യാണ ചെറുക്കം വരുമ്പോ സ്വീകരിച്ചല്ലേ അകത്തോട്ട് കൊണ്ടുപോകേണ്ടത്. സ്വീകരിക്കലും സ്വാഗത പ്രസംഗമൊക്കെ പിന്നെ ആവാലോ. ആദ്യം നിങ്ങളൊന്ന് അകത്തേക്കല്ലേ. ഞങ്ങൾ എന്തിനാ ഇപ്പൊ അകത്തേക്ക് ഓടിക്കുന്നത്? കല്യാണ ചെറുക്കനെ സ്വീകരിക്കണ്ടേ? അത് പെണ്ണിന്റെ വീട്ടുകാരല്ലേ ചെയ്യണ്ടേ? ആ അത് പിന്നെ അങ്ങനെയല്ലേ? അയ്യോ അതല്ല കാര്യം. പിന്നെ ഏതാ കാര്യം? എന്താന്ന് പറ. ഇത് കേട്ട ഈ റിസോർട്ട് ഞങ്ങളുടെ ജഗദീഷിന് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്താന്ന് തോന്നുമല്ലോ. ഓക്കെ വഴക്കണൊന്നും ഞാൻ ഇല്ല, പ്ലീസ്. ചാരു, നീ ലഗേജും ബാഗും ഒക്കെ അകത്തോണ്ട് വെച്ചിട്ട് ബാഗിനകത്തൊരു താലം ഉണ്ട്, അതില് കർപ്പൂരം കത്തിച്ചെടുത്തോണ്ട് വാ മോളെ. ഇങ്ങോട്ട് നോക്കിയ മാനേജറെ, ഞങ്ങളുടെ മുറി എവിടെയാണെന്ന് കാണിച്ചേ. ആ കാണിക്കാം. എന്റെ വാ. എവിടെ കയറി ബാഗ് കൊടുത്തിട്ട് വന്നേ. മുത്തശ്ശ വാ. വാവ്, മിഥുൻ എന്തൊരു സുന്ദരനാ നോക്കണേ. വാവ്, എന്താ ബേബി, എന്താ ഇവിടെ നോക്കി നിക്കുന്നേ? നോക്കിക്ക് മമ്മി, മിഥുൻ, ദ ഗ്രേറ്റ് മിഥുൻ. ഈ റിസോർട്ട് മിഥുന്റെ മമ്മി. അതുകൊണ്ടാണല്ലോ ബേബി ജഗദീഷ് കല്യാണം ഇവിടെ ഏർപ്പാടാക്കിയത്. ഇവിടെയൊക്കെ കല്യാണം നടത്തണമെങ്കിൽ ഭാഗ്യം ഉണ്ടായിരിക്കണം മമ്മി. ഇതില് ഭാഗ്യം എന്തിരിക്കുന്നു ബേബി? നീ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യ്. ഇങ്ങനെ 3-4 ഹോട്ടൽസ് ഉള്ള ഒരാളെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാം. മമ്മി, ഇത് കേൾക്കാൻ തന്നെ എന്തൊരു സുഖ. നോക്കിക്കേ, എന്തൊരു ഭംഗിയാ. ശരി വന്നേ, ജഗദീഷ് വരാൻ സമയമായി. വാടി. Good evening. Good evening, Andy. എന്താ എന്നെ അങ്ങനെയൊക്കെ നോക്കുന്നത്? ഒഴിഞ്ഞു അടിമുടി ഒഴിഞ്ഞു. പെട്ടെന്നാവട്ടെ ആൻറ്റി. എന്താ ഇതിങ്ങനെ ഞാൻ കുച്ചിപ്പുടി കളിക്കണോ? കുച്ചിപ്പിടിയല്ല, പെണ്ണിന്റെ ആങ്ങളെ കാല് കഴുകുന്ന ഒരു ചടങ്ങുണ്ടേ. ആര് കഴുകും? ഈ പൊടിച്ചെടുക്കണ. ഓക്കെ, എന്റെ കാല് കഴുകടാ പൊടിച്ചെടുക്ക. നിതിനെ, ചേട്ടന്റെ കാല് കഴുകി കൊടുക്കും മോനെ. ഞാൻ കഴുകില്ല. നിതിനെ അങ്ങനെയൊന്നും പറയരുത് മോനെ. ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളല്ലേ, ഇതൊക്കെ ഒരു ചടങ്ങാണ് മോനെ. ഇവനെന്താ കഴുകില്ല എന്ന് പറയുന്നു? കൊച്ചു കുട്ടിയല്ലേ ജഗദീഷേ, അറിവില്ലാത്തോണ്ട് പറയുന്നതാ. മോനെ നിതിനെ, നിനക്ക് ചേച്ചിയെ വലിയ ഇഷ്ടമല്ലേ? അങ്ങനെയാണെങ്കിൽ ചേട്ടന്റെ കാല് കഴുകി കൊടുക്കണം, എന്നാലേ ചേട്ടൻ അകത്തേക്ക് കയറി വരൂ. ഒന്ന് കഴുകടാ. എടാ പൊടിയാൻ ചേക്ക,
എന്റെ കാല് കഴുകി തന്നവനല്ലേ, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് തരാം. എന്നാ വെച്ചോ, പിടിക്ക. നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ? ജഗദീഷ്, ജഗദീഷേ, അവൻ ചെയ്ത തെറ്റ് തന്നെയാ മോനെ. എന്നാലും കൊച്ചു കുട്ടിയല്ലേ, അവൻ ഇത് വല്ലതും മനസ്സിലാവുമോ? വെറുതെ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നേ? നീ അകത്തോട്ട് കയറിച്ചല്ലേ. ശാലു, വിളിച്ചോണ്ട് പോ. വാ. ഹായ്, ഗ്ലാസ് കൊള്ളാലോ. എന്താ നിന്റെ കയ്യില്? നല്ല തിളങ്ങുന്ന ഗ്ലാസ്സാന്നേ. അപ്പൊ നീ ഇവിടെയും തുടങ്ങിയല്ലേ നിന്റെ കരകൗശലം? എവിടെയാണെങ്കിലും എന്താ, നല്ല സാധനമല്ലേന്നേ. അരുന്ധതി, ഓൾറെഡി നീ മോതിരം വിഴുങ്ങിയത് ഞാൻ കണ്ടു. അത് പോരെ? ഒന്നും മിണ്ടാതിരിക്കുന്നേ. വല്ലവരുടെ അടിച്ചു മാറ്റിയാലാണ് മോഷണം. ഇതിപ്പോ മരുമോന്റെ ആവുമ്പോ നമ്മുടെതല്ലേ. അവൻ എനിക്ക് സമ്മാനിച്ചതാണെന്ന് കരുതിയാ മതി. നീ ഒരിക്കലും നന്നാവില്ലേ? നരേന്ദ്രേട്ടാ, നല്ല വിലയുള്ള ഗ്ലാസ്സാന്നേ. എടി, ഇതൊന്നും വേണ്ട. അങ്ങോട്ട് നോക്ക്, അവിടെ CCTV ക്യാമറയുണ്ട്. കണ്ടോ? ഒരു ഗ്ലാസ് മോഹിച്ചിട്ട് കേസിൽ ചെന്ന് ചാടണ്ട. അയ്യോ, അന്നേ എനിക്ക് വേണ്ട. ഏട്ടൻ എന്നാ നടന്നേ, കൊറേ പണിയുള്ളതാ. വന്ന് വന്ന്. എന്താ ചേച്ചി ഇതൊക്കെ? അവനെ നോക്കിക്കേ. കല്യാണ മണ്ഡപത്തിൽ ഇങ്ങനെയാണെങ്കിൽ നാളെ കല്യാണം കഴിയുമ്പോ ആലോചിക്കാൻ പോലും പേടിയാവുന്നു. വേറെ വഴിയില്ല ചാരു. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് പേടിയാവുന്നുണ്ട്. ചാരു, ശേഖരമുത്തശ്ശനുണ്ടല്ലോ ഇവിടെ. നമ്മള് വിഷമിക്കുന്നത് ശേഖരമുത്തശ്ശൻ അറിയരുത്. മുത്തശ്ശൻ അത് സഹിക്കാൻ പറ്റില്ല. സകല വൈഭവങ്ങളോടും കൂടി എന്റെ കല്യാണം നടക്കാൻ പോവാന്ന് ആള് ഭയങ്കര സന്തോഷത്തിലാ. ആ സന്തോഷം നമുക്ക് തല്ലിക്കെടുത്തണോ ചാരു? പുതുമണവാളൻ പുതുമയൊരുക്കി ഞങ്ങൾ കാലിൽ കുളിച്ചു. 4 ബിയറും 5-6 പെഗും എല്ലാം കൂടി കൂട്ടി കുഴച്ചൊരു കഴുകുപാട്ടി. എടാ മച്ചാമരെ, കുടിച്ചൊടുങ്ങി കുളിച്ചെണീക്ക്. എൻജോയ് ചെയ്യ മച്ചാമരെ. മുത്തച്ഛ, കുറച്ചു നേരം കൂടെ കഴിയുമ്പോ എന്റെ ഗ്രാമീണ സുന്ദരി മേഘനയുടെ കാര്യത്തിൽ ഞാനൊരു താലി അങ്ങോട്ട് ചാർത്തു. പിന്നെ ഒരൊറ്റ പോകാം. അരുന്ധതി, എന്താ ശേഖരമാവാ? നിന്നോട് എനിക്കൊന്ന് സംസാരിക്കണമല്ലോ. ഇപ്പൊ എന്താ ശേഖരമാവാ? കല്യാണം കഴിഞ്ഞിട്ടാവാ അതൊക്കെ. അരുന്ധതി, കുറച്ച് അത്യാവശ്യമാ. ഇപ്പൊ തന്നെ സംസാരിക്കണം.
തുറന്ന പറ ശേഖരമാവ. എന്താ ഇത്? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അതിനിപ്പോ എന്താ പറ്റിയേ? നീ പറഞ്ഞതൊന്നും അല്ലല്ലോ ഞാനിവിടെ കാണുന്നത്. അതെന്താ, മേഘനയുടെ കല്യാണമല്ലേ ഇവിടെ നടക്കുന്നേ? ആരുടെ തലയിൽ അവളെ കെട്ടിവെക്കുന്നേ? ആ മുഴുക്കുടിയന്റെ തലയിലാണോ? കല്യാണ ചെറുക്കൻ കുടിച്ചിട്ടാണോ താലി കെട്ടാൻ വരുന്നത്? എന്റെ പൊന്നുമോള് മേഘനയുടെ വാലേ കെട്ടാനുണ്ടോ അവൻ? എനിക്ക് അവനെ കാണുമ്പോ തന്നെ അറപ്പും വെറുപ്പും തോന്നുക. ശേഖരമാവൻ എന്തൊക്കെയാ പറയുന്നേ? ഇങ്ങനെ ഒരു ബന്ധം കണ്ടെത്താൻ നിനക്ക് എങ്ങനെയാ മനസ്സ് വന്നതായിരുന്നത്? എന്റെ പൊന്നമ്മാവ, നിങ്ങളൊക്കെ ഗ്രാമത്തിൽ വളർന്ന ആൾക്കാരല്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് പുതിയതായിരിക്കും. ഇത് സിറ്റി അല്ലേ. കല്യാണത്തിന് മുമ്പ് കുറച്ച് കുടിക്കുന്നതൊക്കെ ഇവിടെ കോമണാ. എന്തു കുന്തം കോമൺ? അവനാണോ കല്യാണ ചെറുക്കൻ? എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ അവന്. ഇങ്ങനെ ഒരുത്തന്റെ കൂടെയാണോ നമ്മുടെ മേഘനെ കല്യാണം കഴിച്ചയക്കാൻ പോകുന്നത്? ആ ശേഖരമാവൻ ഇങ്ങനെ ആവേശപ്പെട്ടിട്ട് കാര്യമില്ല. ജഗദീഷ് വളരെ നല്ല വ്യക്തിയാ. എന്താന്നറിയില്ല, ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോ കുറച്ചൊന്ന് കുടിച്ചു കാണും. അല്ലാതെ ഇതൊരു ശീലമല്ല. അവൻ അത്രയ്ക്ക് നല്ലവനായിരുന്നെങ്കിൽ കൊച്ചു കുഞ്ഞാന്ന് പോലും ചിന്തിക്കാതെ നിതിനെ തല്ലാൻ കയ്യോങ്ങോ? അതാ ഇവിടത്തെ സംസ്കാരം. നിതിനെന്ന് വെച്ചാ ജഗദീഷിന് ജീവനാണ് അമ്മാവ. നിതിന മോതിരം പെട്ടെന്ന് നിലത്തെറിഞ്ഞു കളഞ്ഞപ്പോ അവന് പെട്ടെന്ന് ദേഷ്യം വന്നത് സാധാരണ അല്ലേ? സത്യത്തില് നിതിനെ അവന് ഇഷ്ടമല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമായിരുന്നോ? നീ എന്ത് ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ നമ്മുടെ മേഘനൊക്കെ ചേരുന്ന ഒരു വ്യക്തിയേ അല്ല. നീ ചെയ്യുന്നത് തെറ്റാണ് അരുന്ധതി. ഇതിലെന്ത് തെറ്റാ ശേഖരമാവൻ കണ്ടുപിടിച്ചത്? ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എന്നും മേഘനയുടെ നല്ല ഭാവി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ദയവായി അമ്മാവൻ കാട് കയറി ചിന്തിക്കാതിരുന്നാ മതി. ഇത് ചിന്തിച്ചു കൂട്ടിയതൊന്നുമല്ല, അവന്റെ പ്രവർത്തികൾ നേരിട്ട് കണ്ടിട്ടാ. അയ്യോ എന്റെ പൊന്ന് ശേഖരമാവാ, അമ്മാവൻ തൽക്കാലം ഒന്ന് കണ്ണടച്ചേക്ക്. ഞാൻ ചെയ്യുന്ന കാര്യത്തിലെ നന്മ അമ്മാവന് പയ്യെ മനസ്സിലായിക്കോളും. അത് ശരിയാവില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. ഒന്ന് നിർത്ത് ശേഖരമാവാ. കല്യാണത്തിന് ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങി. ഞാൻ ചെന്ന് മേഘനയുടെ ആഭരണങ്ങളൊക്കെ ഭഗവതിയുടെ മുന്നിൽ വെച്ച് പൂജിക്കട്ടെ. എന്തുമാത്രം പണിയുണ്ടെന്നോ? അപ്പോഴാണോ ഇതൊക്കെ സംസാരിക്കുന്നേ? അരുന്ധതി, അരുന്ധതി, അതിരിക്കട്ടെ, ചെറുക്കനെ നിനക്കിഷ്ടായോ? അത് മുത്തശ്ശ, മേഘനെ ആ ചെറുക്കനെ നിനക്കിഷ്ടായ മോളെ? മുത്തശ്ശ, അത് എന്നാ ഇനി വരനോട് മണ്ഡപത്തിലേക്ക് വരാൻ പറയൂ. ഇരുന്നോളൂ.